ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഞാൻ ഇച്ചിരി ഉറക്കെ സംസാരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയ്ക്കത് സൗണ്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴും ഒന്ന് കൂട്ടിയിട്ടിട്ടും സൗണ്ടില്ല. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്നത് ഐ മേക്കപ്പാണ്. ഞാൻ എങ്ങനെയാണ് കണ്ണെഴുതുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ കണ്ണെഴുതുന്നതിന് മുന്നേ കണ്ണെഴുതുന്നതിന് ശേഷവും വ്യത്യാസമുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ പറഞ്ഞു, ഞാനൊരു ട്രാൻസിഷൻ വീഡിയോ ചെയ്തായിരുന്നു. അപ്പം മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വേറൊരാളും ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊരാളും എന്നുള്ള രീതിയിലാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി ഞാൻ കണ്ണെഴുതിയില്ലെങ്കിൽ അത് എനിക്കും തോന്നാറുണ്ട്, എന്തോ പനി പിടിച്ച പോലെയും ഒക്കെ ഇരിക്കാറുണ്ട്. ഞാൻ ഡെയിലി കണ്ണെഴുതുന്നതുകൊണ്ടായിരിക്കും, കണ്ണെഴുതി കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ ഞാനിന്ന് എങ്ങനെയാണ് കണ്ണെഴുതുന്നതെന്ന് കാണിക്കാം. അപ്പോൾ അതിന് മെയിനായിട്ട് പ്രത്യേകിച്ചൊന്നും വേണമെന്നില്ല. ആകെ ഒരു ഐടെക്സിൻ്റെ ഐലൈനറും ദെൻ പൗഡറും, ഇത് രണ്ടും മതി. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനല്ല, അമ്മയ്ക്ക് ഈ ഒരു കണ്ണെഴുതാനായിട്ട് ഈ ഒരു ലാക്മേയുടെ ഐക്കോണിക് കാജൽ വാങ്ങിച്ചായിരുന്നു. പക്ഷേ ഇത് നല്ല ആട്ടോ, നല്ല കറുപ്പ്, പിന്നെ അതുപോലെ നല്ലോണം മായത്തൊന്നുമില്ല, കുറേ ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പം ഇത് ചിലപ്പോൾ യൂസ് ചെയ്യും, എന്നാലും ഞാൻ കൂടുതലും ഇതാണ് യൂസ് ചെയ്യുക. കാരണം ഇത് തുടച്ചാൽ പെട്ടെന്ന് പോകത്തില്ല, ഭയങ്കര സ്പ്രെഡ് മീൻസ് അങ്ങനെയല്ല, സ്പ്രെഡ് ആവുന്നല്ല, നമ്മൾ കഴുകുമ്പം ഫുള്ള് എല്ലായിടും ആവുന്ന പോലെ തോന്നും. എനിക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കണ്ണെഴുതുന്നത്. അപ്പം എങ്ങനെയാണെന്ന് കണ്ടാലോ. ഞാൻ കുറച്ചു മുന്നേ തെറ്റിയാണ് പറഞ്ഞത്, അത് ഡാസ്ലറിൻ്റെ ഐലൈനറായിരുന്നു. ഞാൻ പേരൊന്നും നോക്കത്തില്ല കേട്ടോ. അതുപോലെ എനിക്ക് ട്രാൻസ്ഫർ പ്രൂഫിനേക്കാളും എനിക്ക് തോന്നുന്നു ഈ ഒരു ഐലൈനറാണ് എനിക്ക് ഇച്ചിരി കൂടെ കംഫർട്ടെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം മായ്ക്കാനാണേലും പെട്ടെന്ന് ഇതാവത്തില്ല, നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കുവാണെങ്കിൽ മായത്തൊന്നുമില്ല. സോ ആദ്യം ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പം ഞാൻ നേരത്തെ ബേബി പൗഡറായിരുന്നു യൂസ് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഞാൻ ഈ ഒരു യാഡ്ലിയുടെ പൗഡറാണ്. അത് കണ്ണിൻ്റെ അവിടെ മീൻസ് നമ്മളിങ്ങനെ വിയർക്കാതിരിക്കുകയാണ്. ഞാനിപ്പോൾ തന്നെ വിയർക്കും, അപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ വിയർക്കും. ഈ ഇവിടെ മൂക്കിൻ്റെ സൈഡ് ഫുള്ള് വിയർക്കും, ചുണ്ടിൻ്റെ അവിടെയൊക്കെ. അപ്പം ഈ ഒരു പൗഡറ് ജസ്റ്റ് ആ കണ്ണിൻ്റെ അവിടെ ഒന്നിടും, പിന്നെ ചിലക്കൊക്കെ വേണം ഇടാം. ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ആണ് ത്രെഡ് ചെയ്ത്, ഞാൻ തന്നെയാണ് ത്രെഡ് ചെയ്യുന്നത്. ആ ത്രെഡ് ചെയ്തതിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇടുന്നതായിരിക്കും. അത് നമ്മൾ നൂല് വെച്ചിട്ട് ബട്ടർഫ്ലൈ ആക്കിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ആ കാര്യമാണ് ഇതിനകത്ത് ഇടയ്ക്ക് സംസാരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഫില്ലിങ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ കണ്ടെഴുതാൻ എന്തായാലും ആയോ. നമ്മളെ ലാസ്റ്റിൽ ഒരു ചെറിയൊരു വാലിട, കണ്ടോ ഇങ്ങനെ. ജസ്റ്റ് ഒന്ന് ഇവിടെ കട്ടി കൂട്ടി വരയ്ക്കുക ഫ്രണ്ടിൽ നിന്ന്. കാണുന്നുണ്ടോ? ഇങ്ങനെ ഇവിടെ നിന്ന് കട്ടി കൂട്ടി വരയ്ക്കുക. അതങ്ങനെ ഇരിക്കട്ടെ. ഇപ്പുറത്തെ സൈഡും അതുപോലെ വരയ്ക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഇരപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫാൻ ഇട്ടേക്കുന്നതിൻ്റെ. ഇപ്പോൾ ഫാനൊന്നും ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ, അമ്മ അതൊരു ചൂടല്ലേ, അതുകൊണ്ടാണ്. ഈ ഏറ്റവും എൻഡിലില്ലേ ഇവിടെ, ഇതിനുള്ളിൽ ആദ്യം വരയ്ക്കുക. ഫുള്ള് വരയ്ക്കല്ല, അറ്റത്ത് മാത്രം. എന്നിട്ടാണെങ്കിൽ ആ വാലുമായിട്ടൊന്ന് ജോയിൻ ചെയ്യുക. കണ്ടോ, ജോയിൻ ചെയ്ത് എന്നിട്ട് അതിൻ്റെ അടിയിൽ കൂടെ വരയ്ക്കാം.
പറഞ്ഞൊന്നും കേട്ടില്ല, വീഡിയോ ഓഫായിപ്പോയി. അപ്പോൾ ലാസ്റ്റ് കണ്ണിൻ്റെ ഇത്ര ഭാഗത്ത് മാത്രം വരച്ചാൽ മതി. ഞാൻ മിക്കപ്പോഴും ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. പിന്നെ മടിയുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ ലൈറ്റായിട്ട് കണ്ണിൻ്റെ മണ്ടയ്ക്ക് മാത്രം വരയ്ക്കാം. ഇനി അതുപോലെ ഇപ്പുറത്തെ സൈഡ് വരയ്ക്കാം. എൻഡിൽ നിന്ന് വരയ്ക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്, കാരണം നമുക്ക് ഫ്രണ്ടിൽ വരയ്ക്കണ്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഐ മേക്കപ്പ് എന്ന് പറയാനായിട്ട്. ആദ്യം എൻ്റെ ഫേസും ഇപ്പോഴത്തെ ഫേസും വ്യത്യാസം കാണുമായിരിക്കാം ചിലർക്ക് കാണത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു പൊട്ടുകൂടിട്ടാൽ കറക്റ്റാവും, പിന്നെ ലിപ്സ്റ്റിക് കൂടി ഇട്ടാൽ പെർഫെക്റ്റ്. ലിപ്സ്റ്റിക് കൂടി ഇടുമ്പോൾ കംപ്ലീറ്റ് ആവും. ഞാൻ കാണിച്ചു തരാം. ചൂടുകൊണ്ട് ലിപ്സ്റ്റിക് വരെ ഒരുക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ലവ് യു ആൻഡ് ബൈ.